ഫോറസ്റ്റ് ലെവൽ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ പോയാലോ? ഞാൻ ഇതിൻ്റെ മുന്നേ അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി പോയിട്ട് അത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു എന്നറിയാത്തതാണോ എന്നെനിക്കറിയില്ല. ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നും നമ്മളങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തൊരു സമയമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയാലോ എന്ന് കരുതി. പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഒരുപാട് സിനിമയൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ്. നല്ല കിടിലൻ പ്ലേസാണേ. ഇന്നത്തെ പോക്കിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട് കേട്ടോ. കലേഷും പാറു കൂടെ ഉണ്ട്. അവരാണ് ഫ്രണ്ടിൽ പോണേ. ഞങ്ങളുടെ കല്യാണം കഴിയുന്നതിൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ അവളുടെ കല്യാണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല കണക്ഷനാണ്. എന്നുവെച്ചാൽ വേറെ അങ്ങനെ കമ്പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല കണക്ഷനാണ്. കലേഷ് അനന്തുവിൻ്റെ ഫ്രണ്ടാണ്. ഇപ്പം നമ്മളെല്ലാവരും ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 പേരൂടെയാണ് ഇന്ന് പോണത്. ഇപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് ഏറെക്കുറെ ഏതാ സ്ഥലം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഉളവയ്പ്പാണ് കേട്ടോ. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഉളവയ്പ്പ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് വന്നാൽ മതി, അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഇത്രയും ആൾക്കാരൊക്കെ വരാറുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരാറുണ്ട് എന്നൊക്കെ മനസ്സിലായത്. ഞാൻ ഒരുപാട് നാളോട്ട് ഈ ഉളവയ്പ്പ് എന്നുള്ള പേര് കേൾക്കുന്നതാണ്, പക്ഷേ വന്നിട്ടില്ല. ഇതിന് മുന്നേ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഒറ്റ തവണ ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ ഈ ഫോർട്ട് കൊച്ചിയിലൊക്കെ പപ്പാഞ്ഞീനെ കത്തിക്കുമല്ലോ, ന്യൂ ഇയറിൻ്റെ തലേന്ന് 12 മണിക്ക് കത്തിക്കുമല്ലോ. അതുപോലെ ഇവിടെയും ഒരു രൂപം ഉണ്ടാക്കിയിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് ന്യൂ ഇയറിന് നൈറ്റിൽ ഞാനും അനന്തും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി കാര്യങ്ങളൊന്നും അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം നൈറ്റല്ലേ, ഇരുട്ടായതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും ഇത് ഇങ്ങനെ ഇത്രയ്ക്കും വലുതായി കായലും അതുപോലെ കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് നീണ്ട് നിവർന്ന് കിടക്കുന്ന കായലാണ്, ഇപ്പുറത്തെ സൈഡിൽ കെട്ടുകളാണ്. അതായത് മീൻ വളർത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കെട്ടുകളാണ്. അതിനകത്തുനിന്ന് കോരിയിട്ടേക്കുന്ന ചെളിയാണ് കേട്ടോ സൈഡിൽ ആ ബ്ലാക്ക് കളറിൽ കാണുന്നത്. ഒരുപാട് സിനിമകളിൽ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം. വെനീസിലെ വ്യാപാരി, പിന്നെ നമ്മുടെ ആമേൻ, വാരിക്കുഴിയിലെ കൊലപാതകം, പിന്നെ മൈബോസിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് സീന്, അങ്ങനെ കുറച്ചധികം സിനിമകൾ മലയാളത്തിലും പിന്നെ തമിഴിലും ഏതൊക്കെയോ സിനിമകളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്ഥലം വന്ന് കാണുമ്പോൾ ഇതിന് മുന്നേ നമ്മളിത് കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. ഈ സിനിമയിലൊക്കെ പോർഷൻസൊക്കെ കണ്ടിട്ടായിരിക്കും. വാരിക്കുഴിയിലെ കൊലപാതകമൊക്കെ ഏറെക്കുറെ എല്ലാ പോർഷനും ഈ ഒരു സ്ഥലത്താണ് കേട്ടോ കവർ ചെയ്തേക്കണത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. പലരും മീൻ പിടിക്കുന്നുണ്ട്, പലരും ഈ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് നല്ലൊരു വൈബായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കെട്ടാണ്. മീൻ വളർത്താനായിട്ട് ഓരോരോ പോർഷൻ ഇങ്ങനെ തിരിച്ച് മീൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളും എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം പോയി ഇരിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. സൈഡിലൊക്കെ നിറയെ ആൾക്കാരാണ്. ഞാൻ ഉളവയ്പ്പ് പോവാമെന്ന് പറഞ്ഞപ്പോഴും എനിക്കറിയാമായിരുന്നു ഇങ്ങനെ കായൽ ഇതുപോലെ കെട്ട് ഒക്കെ ഉള്ള ഇതുപോലത്തെ ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള പ്ലേസാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്രത്തോളം ആൾക്കാർ വരുന്നൊരു സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് പൊതുവേ ഈ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുന്നതിലും ഇഷ്ടം ഇതുപോലെ നമ്മുടെ കാഴ്ചയ്ക്ക് ഭംഗി കിട്ടുന്ന സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടെൻഷനും എന്ത് വിഷമവും ഉണ്ടെങ്കിലും കുറച്ച് നേരം, അതിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ടെങ്കിലും ഇല്ല നമ്മൾ തന്നെയാണ് പോയതെങ്കിലും നമുക്കൊരു ബെറ്റർ റിലീഫ് കിട്ടും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതലായിട്ട് ഈ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലത്ത്, കാട്, അതുപോലെ ഇതുപോലത്തെ കായൽ, പുഴ, കടൽ, അങ്ങനത്തെ ഒക്കെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മെൻ്റൽ റിലീഫ് കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യണത് എനിക്ക് തോന്നുന്നു ഈ സിറ്റി സൈഡിലൊക്കെ താമസിക്കുന്ന മിക്ക ആൾക്കാർക്കും ആ സ്ട്രെസ്സ് റിലീഫ് ആവാനൊക്കെ മിക്കവരും ചൂസ് ചെയ്യണത് ഇതുപോലത്തെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. പക്ഷെ അത് സത്യം പറഞ്ഞാൽ നല്ലൊരു തെറാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ചെന്ന് ഒരു സ്പേസ് കണ്ട് ഈ കായലിലോട്ട് കാലിട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ കാല് മാത്രം വെള്ളത്തിൽ തട്ടുന്നില്ലായിരുന്നു. നല്ല നീളമായതുകൊണ്ട് ബാക്കി എല്ലാവരുടെ കാലും വെള്ളത്തിലൊക്കെ തട്ടുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പം നല്ല രസമല്ലേ, ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ സമയം പോണതും അറിയില്ല, നമുക്ക് അവിടെ നിന്ന് പോകാനും തോന്നില്ല. കുറേ നാൾക്ക് ശേഷം നല്ല വെട്ടവും വെളിച്ചവും നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ആകാശമൊക്കെ കണ്ടോ, നല്ല നീല കളറിൽ. എത്രയോ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ആകാശമൊക്കെ കാണുന്നത്. കാരണം എന്നും മഴയാണല്ലോ, ഈ ടൈമിലൊക്കെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. സത്യത്തിൽ സൺഡേ അവരെ രണ്ടുപേരെയും കിട്ടാറില്ല, കലേഷിനെയും അനന്തുവിനെയും കിട്ടാറേ ഇല്ല ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ക്രിക്കറ്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോയി. ഇതിപ്പോൾ അവരുടെ പാടത്തൊക്കെ വെള്ളം കയറി കിടക്കുക മഴ പെയ്തിട്ട്. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ കൂട്ടി ഇങ്ങനെ ഒരു പോക്ക് അവർ പ്ലാൻ ചെയ്തത്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അത് ഒരു ഫാമിലി, ഈ കായലിൻ്റെ തീരത്ത് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണത്, കായലിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണത്, ഗ്രാമപ്രദേശം. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരുടെ മെയിനായിട്ടുള്ള ഒരു യാത്രാ മാർഗം എന്ന് പറയുന്നത് ഇതുപോലത്തെ വള്ളങ്ങളാണെന്നാണ് തോന്നണത്. അപ്പോൾ അതൊരു ഫാമിലിയാണ്, അവരുടെ വീട് ആ പോർഷൻ അടുത്തെങ്ങാണ്ടും ഉണ്ട്. കാരണം 2 കുട്ടികളും ഒരമ്മയും പിന്നെ അച്ഛൻ ആ വള്ളം ഓടിക്കുന്നതുമാണ്. അങ്ങനെ അവരവിടെ പോയി അതൊക്കെ നമ്മൾ നോക്കി നിൽക്കുക. അങ്ങനെ അവരവിടെ ആക്കിയിട്ട് അച്ഛൻ തിരിച്ച് വരികയാണ്. ഇത് ഇരുട്ടായതല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ബ്രൈറ്റ്നെസ് കുറച്ച് വെച്ചിട്ടൊന്ന് നോക്കിയത്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഓളം, കായലിൻ്റെ ഓളവും ആ ഒരു ആകാശത്തിൻ്റെ കളറും ആ വള്ളത്തിൽ അച്ഛൻ പോകുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു, കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴേക്ക് പയ്യെ, നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ നല്ല ബ്രൈറ്റായിട്ടായിരുന്നു ആകാശം ഇരുന്നത്. അത് പയ്യെ 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 ഏറെക്കുറെ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു മൂഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തു മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത് സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈവനിങ് ടൈമിൽ. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഏതായാലും വന്നില്ല, അപ്പോൾ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് പതിയെ തിരിച്ചു പോകാൻ കരുതി. അപ്പോഴും ബാക്കിലൂടെ ഒക്കെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര്, നമ്മൾ വരുമ്പോഴും ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. അത് വീഡിയോൻ്റെ തുടക്കത്തിൽ സൈഡിൽ കാറൊക്കെ നിർത്തിയിട്ടേക്കണ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ വന്നതിന് ശേഷവും ആൾക്കാർ വന്നുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു ചെറിയൊരു ഫോൾട്ട് മേ ബി ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും അവർ ചെയ്യാത്തത്. എനിക്ക് തോന്നിയത് ചെറിയ ചെറിയ ഈ ചായക്കടികളൊക്കെ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റോള് പോലത്തെ ഷോപ്പ്, അതുപോലെ ലൈവായിട്ട് ഫിഷൊക്കെ പിടിച്ച് അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങൾ, പിന്നെ കുഞ്ഞു കുട്ടികളായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളല്ല കുട്ടികളായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനൊക്കെ പറ്റിയ കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ആക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു പ്ലേസിന് അപ്പോൾ ഒരു മാർക്കറ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറെക്കുറെ പലവരും പറഞ്ഞും കേട്ടു അറിഞ്ഞൊക്കെ വരുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ വഞ്ചി ഈ വെള്ളം ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് നമുക്ക് കയറി ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ അതിനകത്തൊരു അച്ഛനും അമ്മയും ഇരിപ്പുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴേക്കും അവർ പോയപ്പോൾ ഞങ്ങൾ ചാടിക്കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ കിണിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ നാൾ തൊട്ട് വള്ളത്തിൽ പോവാം എവിടെയെങ്കിലും എന്ന് പറയുന്നുണ്ട്. ആലപ്പുഴ മെയിനായിട്ട് ഈ കായലിൻ്റെ ഒക്കെ സ്ഥലമാണല്ലോ, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഈ കാണിക്കുന്നത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇതെനിക്ക് മനസ്സിലായത്. തലയും കുത്തി താഴെ വീണിട്ടുണ്ടെങ്കിൽ ഇപ്പം വേറെ എവിടെയെങ്കിലും പൊങ്ങായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും ഏറെക്കുറെ സൺസെറ്റിനുള്ള ടൈമായിട്ടാണ്. ഈവനിങ് നമ്മളൊരു 3:30-4 മണി അങ്ങനെ അത്രയാന്ന് തോന്നുന്നു, ആ ടൈമിൽ വന്നതാണ്. അപ്പോഴേക്കും ആകാശമൊക്കെ ഒന്ന് നോക്കിക്കേ, ആൾക്കാരെ കണ്ടില്ലേ? എന്താലേ, എന്തെങ്കിലും ഒരു മിഠായി കച്ചവടമെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നിരിക്കും എന്നെനിക്ക് തോന്നി. അങ്ങനെയല്ല, ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കും കേട്ടോ. അപ്പം ഉണ്ടടാ നമ്മുടെ സൺസെറ്റിന് ഒരുങ്ങി ആകാശം കളർ ചേഞ്ചൊക്കെ ആയിട്ട് നിൽക്കണം. എൻ്റെ പൊന്നെ ഒന്ന് നോക്കിക്കേ, ഗോൾഡൻ കളറിൽ എന്തൊരു ഭംഗിയാണല്ലേ, ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതിനെപ്പോഴും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം ഗോഡിനോട്. അത്രയ്ക്ക് നല്ല ക്രിയേച്ചറല്ലേ ഈ കാണാനൊക്കെ പറ്റണത്. പക്ഷെ താന്ന് പോണത് കാണാൻ പറ്റില്ല, അപ്പോഴേക്കും മേഘങ്ങൾ വന്നത് കവറപ്പായി. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്.